2025 ഒക്ടോബർ 14 സിറാജ് എഡിറ്റോറിയൽ ആഡംബരത്വരയിൽ ജീവിതം മറക്കുന്നവർ. കമ്പിപ്പാര കൊണ്ട് പിതാവ് തലക്കടിച്ചതിനെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വഞ്ചിയൂരിലെ 22 വയസ്സുള്ള ഹൃതിക്. ആഡംബര കാർ വേണമെന്ന ഹൃതിക്കിന്റെ പിടിവാശിയെ തുടർന്നുണ്ടായ തർക്കമാണ് അക്രമത്തിലെത്തിയത്. കാറ് വാങ്ങിത്തരാനുള്ള സാമ്പത്തിക സ്ഥിതി തനിക്കിപ്പോയില്ലെന്ന് പിതാവ് പറഞ്ഞെങ്കിലും കാറിനു വേണ്ടി വാശി പിടിക്കുകയും പിതാവിനെ ആക്രമിക്കാൻ തുനിയുകയുമായിരുന്നു ഹൃതിക്. കലിമൂത്ത പിതാവ് കമ്പിപ്പാരയെടുത്ത് മകനെ അടിക്കുകയായിരുന്നു. 1 വർഷം മുമ്പ് 17 ലക്ഷത്തിന്റെ ആഡംബര ബൈക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഹൃതിക്കിന് പിതാവ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. മക്കളുടെയും ജീവിത പങ്കാളിയുടെയും ആർഭാട ജീവിതം മൂലം സ്വസ്ഥ ജീവിതം നഷ്ടമായവരും പ്രയാസമനുഭവിക്കുന്നവരും ധാരാളം. ലളിത ജീവിതം നയിച്ചവരും അതിൽ ആത്മസന്തോഷം അനുഭവിക്കുന്നവരുമായിരുന്നു മുൻ തലമുറ. ആഡംബര ഭ്രമത്തിലാണ് ഇന്നത്തെ തലമുറ. ഇടയ്ക്കിടെ സ്റ്റാർ ഹോട്ടലുകളിലോ റിസോർട്ടുകളിലോ താമസം, മുന്തിയ ഇനം ഭക്ഷണങ്ങൾ, ബ്രാൻഡഡ് ഡ്രസ്സുകൾ, ലക്ഷങ്ങൾ വില വരുന്ന ഫോൺ, അത്യാഡംബര വാഹനങ്ങൾ, ഇതൊക്കെയാണ് പുത്തൻ തലമുറയുടെ ജീവിത രീതി. എളുപ്പത്തിൽ ഭക്ഷണം തയ്യാറാക്കാനുള്ള സൗകര്യങ്ങളും വിഭവങ്ങളും വീട്ടിലുണ്ടെങ്കിലും ഭക്ഷണത്തിന് പുറത്തെ സ്റ്റാർ ഹോട്ടലുകളെയും ഫാസ്റ്റ് ഫുഡ് കടകളെയും ആശ്രയിക്കുന്നവരാണ് നല്ലൊരു പങ്കും. ആഡംബര ജീവിതം നയിച്ചാലേ സമൂഹത്തിൽ അംഗീകാരവും മാന്യതയും കൈവരികയുള്ളൂ എന്ന അബദ്ധ ധാരണയും അയൽക്കാരനേക്കാളും സുഹൃത്തുക്കളെക്കാളും കെങ്കേമനാകാനുള്ള തന്ത്രപ്പാടുമാണ് ആഡംബരത്തിലേക്കും ധൂർത്തിലേക്കും എത്തിക്കുന്നത്. അയൽവാസി കൊട്ടാര സമാനമായ വീട് പണിതാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട വീട് പണിയണമെന്ന ചിന്ത ഉയർന്നു വരുന്നു. സുഹൃത്ത് വിലപിടിപ്പുള്ള വാഹനം വാങ്ങിക്കുമ്പോൾ അത്തരമൊരു വാഹനം സ്വന്തമാക്കണമെന്ന വിമോഹമായി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ സിംഹഭാഗവും ആഡംബര ജീവിതത്തിനും പ്രകടനപരതയ്ക്കുമാണ് വിനിയോഗിക്കുന്നത്. ലളിത ജീവിതം മാനക്കേടും കുറച്ചിലുമാണ് പുതുതലമുറയ്ക്ക്. കരുണയും സ്നേഹവും ആത്മബന്ധങ്ങളുമാണ് ഇതിനിടയിൽ കൈമോശം വരുന്നത്. പ്രവാസി കുടുംബങ്ങളിലാണ് ആർഭാട ജീവിതവും ത്വരയും കൂടുതൽ. വർഷങ്ങളോളം മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് സമ്പാദിച്ചതത്രയും കൊട്ടാര സമാനമായ വീട് നിർമ്മാണത്തിനായി വിനിയോഗിക്കുന്നവർ നിരവധി. അന്തിയുറങ്ങാൻ സൗകര്യപ്രദമായ ഒരിടം എന്നതിനപ്പുറം പ്രദർശന വസ്തുവാണ് വീടുകൾ. നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും പലരും കടക്കാരായി മാറുന്നു. അത്യാഡംബര വീടുകൾ നിർമ്മിക്കുന്നവരിൽ നല്ലൊരു പങ്കും കുടുംബസമേതം വിദേശത്ത് താമസിക്കുന്നവരാണ്. കേരളത്തിൽ 14% വീടുകളും പൂട്ടിക്കിടക്കുകയാണെന്നാണ് ഏതാനും വർഷം മുമ്പ് നടന്ന ഒരു സർവേയിൽ വെളിപ്പെട്ടത്. ഭൂരിഭാഗവും 3000 ചതുരശ്ര അടിക്ക് മുകളിലുള്ള ആഡംബര വീടുകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രായമായി പ്രവാസ ജീവിതം മതിയാക്കുമ്പോഴാണ് വീട്ടുടമയും കുടുംബവും സ്വന്തം വീട്ടിൽ സ്ഥിരതാമസം തുടങ്ങുന്നത്. വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങൾ അലട്ടുന്ന ഈ ഘട്ടത്തിൽ ആഡംബര വീട് പലർക്കും ഒരു ബാധ്യതയായി മാറുന്നു. ആഡംബര ജീവിതത്തോടുള്ള ഭ്രമം പലപ്പോഴും കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇൻസ്റ്റഗ്രാം താരം കൊല്ലം കടക്കലിലെ മുബീന മോഷണക്കേസിൽ അറസ്റ്റിലായി. കഴിഞ്ഞ വർഷം ഭർതൃ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ആഭരണം മോഷ്ടിച്ച കേസിൽ പിടിയിലായപ്പോൾ ആർഭാട ജീവിതത്തിനു വേണ്ടിയാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിനോട് തുറന്നു പറഞ്ഞത്. വിമാനത്താവളങ്ങൾ വഴിയുള്ള അനധികൃത സ്വർണ്ണക്കടത്തിൽ ഏർപ്പെടാനും അതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കാനും ആളുകളെ പ്രചോദിപ്പിക്കുന്നത് ആഡംബര ജീവിത ത്വരയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. നേരാം വഴി ജീവിച്ചാലും മോശമല്ലാത്ത ജീവിതം നയിക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവരാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മിക്കവരും. ആർഭാട ജീവിതത്തിന് എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള മാർഗമെന്ന നിലയിലാണ് ഇവർ കള്ളക്കടത്ത് പോലുള്ള മാർഗങ്ങളിലേക്ക് എത്തുന്നത്. പ്രവാസ ജീവിതവും ഡിജിറ്റൽ മീഡിയയുടെ സ്വാധീനവും ഉപഭോക്തൃ സംസ്കാരവും പരസ്യങ്ങളിൽ കാണുന്ന ഉയർന്ന ജീവിത സങ്കല്പവുമാണ് സമൂഹത്തിൽ ആഡംബരത്വര വളരാൻ കാരണമെന്നാണ് സാമൂഹിക ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. പല വൻകിട കമ്പനികളും സ്ഥാപനങ്ങളും കച്ചവട താൽപ്പര്യങ്ങൾക്കായി വിവിധ മോഡലുകളെ അവതരിപ്പിച്ച് ജനശ്രദ്ധ ആകർഷിക്കുന്നു. അവരുടെ വേഷത്തിലും ജീവിത രീതികളിലും ആകൃഷ്ടരാകുന്ന പുതുതലമുറ സമാന ജീവിതം നയിക്കാൻ വെമ്പൽ കൊള്ളുകയും തൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കാതെ ചെലവിടാൻ തുനിയുകയും ചെയ്യുന്നു.
വരവിനനുസരിച്ച് ചെലവിടാൻ പഠിച്ചാൽ ജീവിതത്തിൽ ആത്മസംതൃപ്തിയും സന്തോഷവും കൈവരും. കുറഞ്ഞ വരുമാനം മാത്രമുള്ളവർ സമ്പന്നരെ കണ്ട് ആർഭാട ജീവിതം നയിക്കാൻ ഒരുമ്പെട്ടാൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും. പങ്കാളികളുടെ ആഡംബര ജീവിതത്തോടുള്ള ആസക്തിയാണ് പല കുടുംബങ്ങളിലും സ്വസ്ഥത നഷ്ടമാകാനും ബന്ധ ശൈഥില്യത്തിനും കാരണമെന്നാണ് മനഃശാസ്ത്രജ്ഞരുടെ പക്ഷം. മിതമായ വരുമാനമുള്ളവർ പോലും കടം വാങ്ങി ആഡംബര വസ്തുക്കൾ സ്വായത്തമാക്കാൻ തുനിയുന്നു. കടം ഒരു ബാധ്യതയായി മാറുമ്പോൾ ആത്മഹത്യയിലാണ് പലരും പരിഹാരം തേടുന്നത്. വിലയേറിയ വസ്തുക്കളിലല്ല ജീവിതത്തിൻ്റെ മഹത്വം, മൂല്യങ്ങളിലും മനസ്സമാധാനത്തിലുമാണ്. അമേരിക്കൻ എഴുത്തുകാരനും കവിയും തത്വജ്ഞനുമായ തോറയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ഉയർച്ചയിലും വികാസത്തിലും തികഞ്ഞ വഴിമുടക്കിയാണ് ആഡംബരത്വര.